ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കുറച്ച് കല്ലുമ്മക്ക കിട്ടി. അപ്പോൾ ഷെല്ലോട് കൂടിയിട്ട് ഞാൻ വാങ്ങാറുള്ളൂ കേട്ടോ, അല്ലാതെ ക്ലീൻ ചെയ്ത് വെച്ചതൊന്നും ഞാൻ അങ്ങനെ വാങ്ങാറില്ല. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ലാസ്റ്റ് വീക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്ത് രാത്രി തന്നെ കൊണ്ടുവന്ന് ബോക്സിലാക്കി വെച്ചു. പിന്നെ കല്ലുമ്മക്കയും കക്കയും ചെമ്മീനൊക്കെ വേവിക്കുമ്പോൾ എപ്പോഴും കുറച്ച് വെള്ളുള്ളിയും ഇഞ്ചിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം ഫ്രൈയോ റോസ്റ്റോ എല്ലാം ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അത് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ മാത്രമേ കല്ലുമ്മക്ക കഴിക്കാറുള്ളൂ വീട്ടിൽ, വേറെ ആരും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞാനൊരു മുക്കാൽ കിലോൻ്റെ അടുത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് അതിന് വേവിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടിയും തിരുമ്പി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. ഇത് സവോളയും തക്കാളിയൊക്കെ ഇട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാക്കാൻ കല്ലുമ്മക്ക അച്ചാർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. വേവിച്ചെടുത്തതിന് ശേഷമാണ് കല്ലുമ്മക്ക ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അതാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി കാശ്മീരി മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് വെന്തതായതുകൊണ്ട് തന്നെ കുറേ നേരം എണ്ണയിലിട്ട് വഴിച്ചണമെന്നില്ല. എന്തൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ കല്ലുമ്മക്ക ഫ്രൈ കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കല്ലുമ്മക്ക അധികം ആരും വീട്ടിൽ കഴിക്കാത്തത് കൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെ വാങ്ങാറില്ല. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സീസണാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ റെസിപ്പീസ് കല്ലുമ്മക്ക ഞണ്ടൊക്കെ ധാരാളം ഇവിടെ കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എളുപ്പത്തിലൊരു റെസിപ്പി ചെയ്യാമെന്ന്. ഇത് നല്ല ഡീപ് ഫ്രൈ ആണ് കേട്ടോ, നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചായതുകൊണ്ട് തന്നെ അങ്ങനെ സെർവ് ചെയ്ത് കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മാത്രം കഴിക്കുമ്പോൾ അധികം അങ്ങനെ വാങ്ങാറില്ല. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.